പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ജനുവരി മാസത്തിൽ 65 PSC പരീക്ഷകൾ നടക്കാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ സൈഡിലായിട്ട് ഒരു QR കോഡ് കാണാനായിട്ട് കഴിയും. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ജനുവരി മാസത്തിലെ കംപ്ലീറ്റ് പരീക്ഷകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിന്റെ കൺഫർമേഷൻ നവംബർ 11 വരെ നിങ്ങൾക്ക് കൊടുക്കാമെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. 2024 ജനുവരിയിലെ പരീക്ഷാ കലണ്ടറിൽ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലെ LD ക്ലർക്ക്, അക്കൗണ്ടന്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് പരീക്ഷകൾ എന്ത് ചെയ്യുന്നുണ്ട്, ജനുവരി മാസത്തിനകത്ത് നടക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ മാസം നവംബർ 11 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഏതൊക്കെയാണ് ആ പരീക്ഷകൾ നമുക്ക് നോക്കാം. അതിനു മുമ്പേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിന്റെയും അതുപോലെ തന്നെ ഫയർമാൻ ഫയർവുമന്റെയും ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിന് രണ്ടും കൂടി ചാർജ് ചെയ്യുന്ന 200 രൂപയാണെന്ന് പറയുമ്പോൾ എക്സൈസ് ഓഫീസറിന് 100 രൂപ, ഫയർമാൻ ആൻഡ് ഫയർവുമന് 100 രൂപ. അപ്പോൾ രണ്ടും കൂടി നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ളതേ ഉള്ളൂ. കാര്യം ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങളെല്ലാവരും ഈ രണ്ട് കോഴ്സുകളും കൂടി ഒരുമിച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും ഒന്ന് മാത്രം മതി എന്നുള്ളവർ 100 രൂപ മാത്രം അയച്ചാൽ മതിയാവും. ഈ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ 9961692722 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് ഈ പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യാൻ നേരത്തെ ഇതേ സെയിം നമ്പറിലാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത്, വിളിക്കേണ്ട ആവശ്യമില്ല. ഇതേ നമ്പറിൽ തന്നെ പേയ്മെന്റ് ചെയ്ത് ഇതേ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതിയാവും. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് കോഴ്സ് വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ കാര്യം കൂടി നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. ഫയർമാൻ ആണെങ്കിൽ ഫയർമാൻ, ഫയർവുമൺ ആണെങ്കിൽ ഫയർവുമൺ. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും. ഇപ്പൊ തന്നെ ഏകദേശം 1000 കൂടുതൽ മെമ്പേഴ്സ്, ഏകദേശം 1500ഓളം മെമ്പേഴ്സ് നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്ന ക്ലാസ്സുകളുടെയും അതുപോലെ തന്നെ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളുടെയും അതിൻ്റെയൊക്കെ മോഡൽ എക്സാം, മോക്ക് ടെസ്റ്റിന്റെ ഒക്കെ PDF ഈ ഗ്രൂപ്പുകൾക്കകത്ത് അവൈലബിൾ ആയിരിക്കും. മാക്സിമം എല്ലാവരും ഈ ഒരു അവസരം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ജനുവരി മാസത്തിൽ തീയതി ഉറപ്പിച്ച പരീക്ഷകൾ എന്ന് പറയുന്നത് ആയുർവേദ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷ 3-ാം തീയതി നടക്കുന്നുണ്ട്. ആയുർവേദ തെറാപ്പിസ്റ്റ് ഫീമെയിലിന്റെ പരീക്ഷ 3-നുണ്ട്. അതുപോലെ തന്നെ സോയിൽ സർവേ ഓഫീസറിന്റെ പരീക്ഷ 4-ാം തീയതി ഉണ്ട്. ലബോറട്ടറി അസിസ്റ്റന്റിന്റെ പരീക്ഷ 5-ാം തീയതി ഉണ്ട്. നോൺ വൊക്കേഷണൽ ടീച്ചർ മാത്തമാറ്റിക്സിന്റെ 11-ാം തീയതി ഉണ്ട്. നോൺ വൊക്കേഷണൽ ടീച്ചർ ജോഗ്രഫിയുടെ 12-ാം തീയതിയാണ്. ലൈബ്രറിയൻ ഗ്രേഡ് 2ന്റെ എക്സാമിനേഷൻ വരുന്ന 17-ാം തീയതിയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ ഡ്രൈവർ ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള പരീക്ഷ വരുന്നത് 18-ാം തീയതിയാണ്. പിന്നെ നമ്മുടെ ലീഗൽ അസിസ്റ്റന്റ് വാട്ടർ അതോറിറ്റിയുടെ പരീക്ഷ 19-ാം തീയതി വരുന്നുണ്ട്. LD ക്ലർക്കിന്റെ പരീക്ഷ, തിയേറ്റർ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ 10th പ്രിലിംസിന്റെ 5ാമത്തെ ഫേസ് പരീക്ഷ 20-ാം തീയതി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ ഓപ്പറേറ്റർ 25, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 29, ജൂനിയർ സിസ്റ്റംസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് 31-ാം തീയതിയും പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും കൂടി എന്ത് ചെയ്യുക, ഈ ഒരു പരീക്ഷകൾക്കെല്ലാം പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നവംബർ 1-ന് നമ്മുടെ KSന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നൊരു വാർത്ത ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഴിവുകൾ ഇതുവരെ PSCക്ക് റിപ്പോർട്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത്. നവംബർ 1-ന് KSന് വിജ്ഞാപന സാധ്യത ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ KSന്റെ കേഡർ സ്ട്രെങ്തനിങ് പുനർനിശ്ചയിക്കണം എന്നുള്ള ട്രൈബ്യൂണലിന്റെ നിർദ്ദേശവും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഒഴിവുകൾ ഒരിക്കലും PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ ഒരിക്കലും PSCക്ക് നോട്ടിഫിക്കേഷൻ വിടാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇതിൽ PSCയെ കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. ആക്ച്വലി ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റും ചെയ്യുന്ന അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥകൾ തന്നെയാണ് ഈ ഒരു ഓരോ തസ്തികയും വൈകുന്നതിന് കാരണം. ഇപ്പൊ തന്നെ KS നവംബർ 1-ന് വരുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ലക്ഷക്കണക്കിന് രൂപ ഫീസും വാങ്ങിച്ചിട്ട് ഓൾറെഡി ക്ലാസ്സുകളൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഇതുവരെ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല. അപ്പൊ എന്തായാലും നവംബർ 1-ന് എന്ന് പറയുമ്പോൾ മറ്റന്നാൾ വരട്ടെ എന്ന് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് തീരുന്നു. നിയമനം 1358 മാത്രമെന്നാണ് പറയുന്നത്. ഈ നിയമനത്തിൽ തന്നെ 215 എണ്ണം NJD കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും NJD ഒഴിവുകളൊക്കെ ഒന്നും കൂടി വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അപ്പോയിന്റ്മെന്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. കാര്യം ഒരുപാട് പേര്, നിങ്ങളൊരു 100 പേർക്ക് ജോലി കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ 100 കുടുംബം രക്ഷപ്പെടും. എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്ററിലേക്ക് 35 നിയമനങ്ങൾ കൂടി വരുന്നുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന്റെ ബോട്ടണി ജൂനിയർ റാങ്ക് ലിസ്റ്റിൽ 204 പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി LGSന്റെ 3-ാം ഘട്ടത്തിലേക്കുള്ള 5 ചോദ്യങ്ങൾ ഒഴിവാക്കി ഒരു ഉത്തരം തിരുത്തിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ LPST തിരുവനന്തപുരത്തിലേക്ക് 109 പേർ കൂടി നിയമനം വരുന്നുണ്ട്. വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റിലേക്ക് 14 നിയമന ശുപാർശ കൂടി ആയിട്ടുണ്ട്. വിവിധ തസ്തികകളിൽ സർട്ടിഫിക്കറ്റ് പരിശോധനകൾ നടക്കുന്നുണ്ട്. ഡിക്ലറേഷൻ കം ട്രാൻസ്ഫോർമേഷൻ പരീക്ഷകളൂടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന PSC പരീക്ഷ, ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്വൈസ് അപ്ഡേറ്റ് CPO തൃശ്ശൂർ, LGS കൊല്ലം,
വിഒ എറണാകുളം, CPO കാസർഗോഡ്, LGS കോഴിക്കോടിൻ്റെയൊക്കെ നിലവിലത്തെ അഡ്വൈസുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വാർത്തകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും ഫയർമാൻ ഫയർവുമൻ്റെയും ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ LDCയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. LDCയുടെ ക്ലാസ് അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് നവംബർ 1 എന്ന് പറയുമ്പോൾ മറ്റന്നാൾ നമ്മുടെ ചാനൽ മുഖാന്തരം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ക്ലാസ്സുകളും LDCയുടെ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി അപ്ഡേറ്റുകളൊക്കെ നമുക്ക് നവംബർ 1 തീയതി നിങ്ങൾക്ക് ഒരു സമ്മാനം പോലെ അതിൻ്റെ കാര്യം അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാനിലേക്ക് കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 100 വെച്ച് 200 രൂപ മാത്രമേ രണ്ടിനും കൂടെ ആവുന്നുള്ളൂ. 1 മതി എന്നുള്ളവർ 100 രൂപ മാത്രം വാങ്ങിച്ചാൽ മതിയാവും. ഞാൻ പറയുന്ന മാക്സിമം എല്ലാവരും 2 ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം നിങ്ങൾക്ക് ഒരു ബിരിയാണി കഴിക്കുന്ന കാശ് പോലും ആവുന്നില്ല ആക്ച്വലി. അപ്പോൾ എന്തായാലും ബാക്കി വാർത്തകളും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.